ചൂരൽമല ദുരന്ത ബാധിതർ നടത്തിയിരുന്ന തട്ടുകട പൊളിച്ചുമാറ്റി കോൺഗ്രസ് ഭരിക്കുന്ന കൽപ്പറ്റ നഗരസഭ. മുന്നറിയിപ്പുകൾ ഒന്നും നൽകാതെയാണ് നഗരസഭയുടെ നടപടി. ജോഷില വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. ജോഷില, ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരുടെ മറ്റൊരു ക്രൂരതയെക്കുറിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻപിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇതാ മറ്റൊരു നടപടി കൂടി വരുന്നത്. ഒരു വലിയ ദുരന്തം ബാധിച്ച മനുഷ്യരാണ് അവർ, അതിൽ നിന്ന് കരകയറി വരികയാണ്. അതിന്റെ ഭാഗമായി അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിരിക്കാം സ്വാഭാവികമായും അവർ തട്ടുകട നടത്തിയത്. ഇപ്പോൾ ആ തട്ടുകടകൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന കൽപ്പറ്റ നഗരസഭ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി? മനു, ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ ചൂരൽമല ദുരന്തത്തിന് ശേഷം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയെങ്കിലും ഇവരെ പുനരധിവസിപ്പിക്കണം, ഇവരെ പുനരുജ്ജീവിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ സർക്കാർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ദയനീയ അവസ്ഥ കൽപ്പറ്റ നഗരസഭയിൽ ഉണ്ടാകുന്നത്. കൽപ്പറ്റ നഗരസഭ നമുക്കറിയാം ഭരിക്കുന്നത് UDF ആണ്. ഇന്ന് രാവിലെ ഇവർ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. SKMJ സ്കൂളിന് മുൻവശം ഇവർ നടത്തിയിരുന്ന തട്ടുകട ആകെ പൊളിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഇതിൽ ബാക്കിയായിരിക്കുന്നത് ഈ ഒരു ടാർപോളിൻ ഷീറ്റ് മാത്രമാണ് ബാക്കി വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം രാവിലെ 6 മണിക്ക് മുതൽ രാത്രി 12 മണി വരെ കഷ്ടപ്പെട്ട് തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. ഇനി എന്താകും എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കുടുംബം നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അധികൃതർ അവരോട് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചെയർമാൻ ഐസക്കിനെ പോയി കണ്ടപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. ഈ തട്ടുകട നടത്തിയ ഷാഹിദ് നമ്മളുടെ കൂടെയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണി വരെ, ഒരു 2 മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. രാവിലെ ഞങ്ങൾ മോനെ സ്കൂളിലാക്കാൻ വേണ്ടി എഡിറ്റപ്പോഴാണ് കോള് വന്നത്. ഇതേപോലെ നിങ്ങളെ കട പൊളിച്ച് കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചു. ഇല്ല, ഞങ്ങൾ ഒരു മുന്നറിയിപ്പില്ല, നോട്ടീസില്ല, വിളിച്ചിട്ടില്ല. പിന്നെ അവിടെ വന്ന് നോക്കുമ്പോൾ കട മുനിസിപ്പാലിറ്റിൻ്റെ മുന്നിൽ അവിടുത്തെ ജോലിക്കാർ വന്നിട്ട് തള്ളിക്കൊണ്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ തിരിച്ച് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വന്ന് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള കടകളുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. ഈ കടകൾ പൊളിച്ച് അവർ പണിക്കാരെയും കൂട്ടിയിട്ട് ആ വണ്ടി എടുത്തിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത്. മനു, ഷാഹിദിന്റെ ഉമ്മ നമ്മളുടെ കൂടെയുണ്ട്. അവരാണ് ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും രാവിലെ മുതലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ ചേച്ചി? ഒന്ന് പറയൂ. ഞങ്ങൾ ഇന്നലെ 1:30 കട അടച്ച് പോകുന്നവരെ ഞങ്ങളടുത്ത് ഒരാളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പൊളിക്കണമെന്നോ പൊളിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ബോർഡുമ്പോൾ നമ്പർ ഉണ്ടായിരുന്നവർ ഇത് പൊളിച്ചിട്ട് പോകുമ്പോൾ നമ്പറിൽ ഇവർ വിളിക്കണ്ടേ? വിളിക്കണ്ട നിങ്ങൾ പറയും. ഇതെന്തിനാ നമുക്ക് ഫോൺ, എന്തിനാ നമ്പർ, എന്തിനാ നമുക്ക് ഓർക്ക് കയറി ഇറങ്ങാനുള്ളതാണോ? ഞങ്ങൾ സമ്പാദിച്ച് കൂട്ടാനല്ല, ചൂരന്മലക്കാർ ഞങ്ങൾ ജീവിക്കാൻ തട്ടുകടട്ട് എന്നതാണ് സംഘടനക്കാർ. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ സമ്പാദിച്ച് കൂട്ടാനല്ല. ഞങ്ങളത് ജനസഭ്യത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആളെ ഓരോരുത്തർ ചോദിച്ചു നോക്കി ഞങ്ങളെ എല്ലാം കൊണ്ട് 3 സിലിണ്ടർ ഉണ്ടായി. സിലിണ്ടർ ഞങ്ങൾ ചെങ്ങനിട്ട് പൂട്ടിക്കുന്നത്, അതടക്കം ഒരു വലിച്ചിട്ട് പോയിക്കണ്. അപ്പോൾ എത്ര നേരം ഇതിൻ്റെ ഉള്ളിൽ പണിയെടുത്തിട്ടുണ്ടാവും? നിങ്ങൾ പറയും, എത്ര നേരം പണിയെടുത്തിട്ടുണ്ട്, എടുത്തോട്ടെ, കൊണ്ടുപോയിക്കോട്ടെ. അവർക്ക് നമ്പറിൽ ഒന്ന് വിളിച്ചൂടെ ഞങ്ങളെ ഭക്ഷണ സാധനങ്ങളുണ്ട്. പിന്നെ ഗ്യാസില്ലേ, ഗ്യാസും കുറ്റിയുണ്ട്. ഗ്യാസും കുറ്റിയല്ല, പിന്നെ ജനറേറ്റർ ഫുള്ള് പെട്രോൾ ഒഴിച്ച് ഇന്നലെ രാത്രിയാണ് പോകുമ്പോൾ ഫുള്ള് പെട്രോൾ ഒഴിച്ച് വെച്ചത്. മുട്ട, ഓയില്, സമാവർ, കുപ്പി ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, പിന്നെ കടികൾ, ചായക്ക് കൊടുക്കണ കടികൾ, മുളകിലിട്ട ഉപ്പ്, പിന്നെ മാങ്ങൊക്കെ ഉപ്പിലിട്ട എല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ട് പോകണതാണ്. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞങ്ങൾ എത്ര നേരം ഇവിടെ വന്നിട്ട് ഒരാൾ നേരെ വന്നിട്ടും വിളിച്ചിട്ടും മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ നമ്പർ ഉള്ളതാണ്. നമ്പർ മുനിസിപ്പാലിറ്റി ഉണ്ടായില്ലെങ്കിൽ അവർ വിളിച്ച് പറയണ്ടേ, അല്ലെങ്കിൽ അവർ വിളിക്കണ്ടേ എന്താ സ്ഥിതി എന്നുള്ളത്. ഞങ്ങൾ അവരത് വിളിച്ച് ഞങ്ങൾ വീട് വെച്ച് കെട്ടി താമസിക്കാനും ഞങ്ങൾക്ക് സ്വന്തമാക്കാനല്ല, ജീവിക്കാൻ ഞങ്ങൾക്ക് സംഘടനക്കാരിട്ടെന്നാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മനു, വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇത്രയും കാലം ജീവിച്ചിരുന്നത് ഇവിടെ അധ്വാനിച്ചു കൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് ഇവിടെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ദുരന്തത്തിൽ നിന്നും കരകയറാനുള്ള ഒരു ശ്രമത്തിലാണ് കുടുംബം. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ നഗരസഭ ഈ ഒരു കട മുഴുവനായും പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള അറിവ് ഇവർ രാവിലെ 8 മണിക്ക് ഇവിടേക്ക് എത്തുമ്പോഴാണ് അറിയുന്നത് എന്നുള്ളതാണ്, ആളുകൾ വിളിച്ചു പറയുന്നതാണ്. ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് ജോഷില കാണാൻ കഴിഞ്ഞത്. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് കരകയറി വരുന്ന മനുഷ്യരാണ്. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ. അവരുടെ ഇടയിലേക്കാണ് അധികാരം കൊണ്ടും അഹങ്കാരം കൊണ്ടും കണ്ണു കാണാതായ കോൺഗ്രസ് ഭരണകൂടം ഇത്തരത്തിലുള്ള നടപടികളുമായി ഇറങ്ങിച്ചെന്നത്. ആ കുടുംബത്തോടൊന്ന് പറയുക പോലും ചെയ്യാതെ അവരുടെ ജീവിതത്തിന്റെ ഏക ഉപജീവന മാർഗമായ കടയും പൊളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് കൽപ്പറ്റ നഗരസഭ.
പ്രേക്ഷകരെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. കോൺഗ്രസിന്റെ ഈ അഹങ്കാരം, ഈ ധിക്കാരം, ഇതൊക്കെ എവിടെ അവസാനിക്കുമെന്ന്.